വൈദ്യുതി ബില്ലിൽ ആശ്വാസം. ഇന്ധന സർചാർജ് കുറച്ചിരിക്കുന്നു. 1000 വാട്ട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗമുള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെ സർചാർജിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. പ്രതിമാസ ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് അങ്ങനെ 3 പൈസ കുറയും എന്നതാണ് ആശ്വാസമാകുന്നത്. അശ്വിൻ പാലാടി തിരുവനന്തപുരത്തും ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, സർചാർജ് കുറയ്ക്കുമ്പോൾ ഏത് രീതിയിലാണത് ഉപഭോക്താവിന് ഇപ്പോൾ ആശ്വാസമായി മാറുക? ഒപ്പം ഈ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണ്? പ്രജിൻ, നിലവിൽ ഈ ദ്വൈമാസ ബില്ലുകൾക്കൊപ്പം പ്രതിമാസ ബില്ലുകൾക്കും യൂണിറ്റിന് 8 പൈസ വെച്ചാണ് ഇന്ധന സർചാർജായി ഈടാക്കിയിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രതിമാസ ബില്ലിന് 3 പൈസയും ഒപ്പം ദ്വൈമാസ ബില്ലിന് 1 പൈസയും വീതം കുറച്ചിരിക്കുന്നത്. അത് യൂണിറ്റിനാണ് കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ബില്ല് വരുമ്പോൾ അത് ഒരു ആശ്വാസ കണക്ക് എന്നുള്ള രീതിയിൽ ഒരു കുറവ് ഈ ബില്ലിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കഴിഞ്ഞ ഏപ്രിലും സമാനമായ രീതിയിൽ ഇന്ധന സർചാർജ് കുറച്ചിരുന്നു. ഒപ്പം ഈ സർചാർജ് കുറച്ചതിന് പുറമെ 1000 വാട്ട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവരെ പൂർണ്ണമായും ഈ ഇന്ധന സർചാർജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം ഇതിനോടൊപ്പം തന്നെ ഗ്രീൻ താരിഫിലുള്ളവരെയും ഈ ഇന്ധന സർചാർജിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ് KSEB അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുറവ് അത് ഇതിനോടകം തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. KSEB വകുപ്പ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഉപഭോക്താക്കളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിമാസ ബില്ലും ഒപ്പം ദ്വൈമാസ ബില്ലും കിട്ടുമ്പോൾ അതിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു കുറവ് ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, അശ്വിൻ പാലാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ ഷോക്കേൽക്കാത്ത ഒരു കറണ്ട് ബില്ല് അതിനി വരാൻ പോകുന്നു എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക.